ഓക്കെ. അപ്പോൾ എന്തായാലും ഫൈനൽ എക്സ്പെരിമെൻറ്റ് നമ്പർ 6 എന്താണ് നമ്മളെ യൂണിഫോം യങ്സ് മോഡുലസ് യൂണിഫോം ബെൻഡിങ് യൂസിങ് ഒപ്റ്റിക് ലീവർ. ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ യങ്സ് മോഡുലസ് നോൺ യൂണിഫോം ബെൻഡിങ് ആയിരുന്നു. ഇവിടെ യൂണിഫോം ബെൻഡിങ് വരുന്നത് ഇവിടെ ഒരു സാധനം ജസ്റ്റ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, ഒപ്റ്റിക് ലീവറാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ടഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്ത ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് നോൺ യൂണിഫോം ബെൻഡിങ് തന്നെയാണ്. ഇത് കുറച്ചും കൂടി താരതമ്യേന എളുപ്പമാണ്. കാരണം ഇവിടെ ഒരിക്കൽ നമ്മളെ ഈ പറഞ്ഞ ആ ഫോക്കസ് ഒന്ന് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളതിനെ മാറ്റേണ്ട ആവശ്യമില്ല. റീഡിങ്സ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം നമ്മളിതിവിടെ മെഷർ ചെയ്യുന്നത് ഒരു സ്കെയിലിൻ്റെ മുകളിലാണ്. സ്കെയിലിൽ റീഡിങ്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോക്കസ് മാറ്റി മാറ്റി കളിക്കേണ്ടി വരില്ല. ഇത് നമ്മൾ ഈ നോൺ യൂണിഫോം ചെയ്യുമ്പോൾ ഓരോ വെയിറ്റ് നമ്മൾ ഇടുന്നതിന് കണക്കായിട്ട് ആ ഫോക്കസ് ഇങ്ങനെ മാറും. അപ്പം നമ്മൾ ആ മൈക്രോസ്കോപ്പ് വെച്ചിട്ട്, ഇതിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പാണ്, മൈക്രോസ്കോപ്പ് വെച്ചിട്ട് മാറ്റുന്ന സമയത്ത് ഇവിടെ ഇതാ ടെലിസ്കോപ്പിക് അറേഞ്ച്മെൻ്റ് ആണ്. മറ്റേത് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് താത്തണം, പൊന്തിക്കണം, സൈഡാക്കണം. അതുകൊണ്ടാണ് പറയുന്നത് അത് ലോഡിങ്ങിൽ അൺലോഡിങ്ങിൽ അപ്പം ഇതെത്ര പ്രാവശ്യം ഇതിങ്ങനെ മാറ്റി മാറ്റി കളിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് ഒരു ലെങ്ത്തിലാണ് 2 ലെങ്ത്തിൽ അങ്ങനെ ചെയ്ത് കളിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഏറ്റവും ലെങ്തി എക്സ്പെരിമെൻ്റ് എന്ന് അറിയപ്പെടാനുള്ള റീസണും. അതുകൊണ്ട് അതിൽ നിന്ന് മാറിയിട്ടില്ല ഒരു കുഞ്ഞ് എക്സ്പെരിമെൻ്റ് ആയത്. അതിൽ ബേസിക്കലി ഇതാണ് നമ്മളെ സെറ്റപ്പ്. അത് കുറച്ചും കൂടി ഇതൊരു സ്കെയിലാണ്, മീറ്റർ സ്കെയിലാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മൾ ഒറ്റ നടുക്ക് ചെയ്തത് ജസ്റ്റ് ഞാൻ കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോൺ യൂണിഫോമിൽ നമ്മളൊരു വെയിറ്റ് നടുക്ക് വെച്ചിട്ട് ഇപ്പോൾ 50 സെൻറ്റിമീറ്ററാണ്, 50 സെൻറ്റിമീറ്റർ നമ്മൾ കറക്റ്റ് നടുക്ക് വെച്ചിട്ട് ഓരോ വെയിറ്റ് ഇട്ടിട്ടാണ് പോയത്. ഇവിടെ ഇവിടെ നമ്മൾ 2 സൈഡിൽ നിന്നും ഈക്വലായിട്ട്, അത് ഇതിനെ യൂണിഫോം എന്ന് പറയാൻ കാരണം 2 സൈഡിൽ നിന്നും ഈക്വലായിട്ട് വെയിറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു യൂണിഫോർമിറ്റി വരേണ്ടിയിട്ട് യൂണിഫോമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സാധനം ബെൻഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ 10 ഗ്രാം, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഇപ്പോൾ ഒരു 50 kg ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ 50 kg ഇടണം. 50 kg കുറച്ച് ജാസ്തി ആയപ്പോൾ അല്ലേ. 50 ഗ്രാം കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയോ 50 ഗ്രാം കൂടെ ഇടണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അപ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ ബെൻഡായിട്ട് ഈ സ്കെയില് താണു പോകുന്നതിൻ്റെ പകരം ഇങ്ങനെ പൊന്തിയിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ, അതായത് നമുക്ക് വലിയ രീതി കാണാൻ പറ്റില്ല, പക്ഷേ ഇതിങ്ങനെ മുകളിലോട്ടേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടോ, ബെൻഡ്. അതായത് ഇങ്ങനെ അത്ര വലിയ രീതിക്കൊന്നും ബെൻഡ് കാണാൻ പറ്റില്ല, പക്ഷേ ചെറുങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടോ, ബെൻഡ് മുകളിലോട്ടേക്ക് വരുന്നുണ്ടാവും. അതാണ് ഈ ഓരോ വെയിറ്റ് ഇടുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഇങ്ങനെ താഴെ പോകുന്നു, ഇതിങ്ങനെ വെയിറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബെൻഡായി വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, യങ്സ് മോഡുലസ് അൾട്ടിമേറ്റ്ലി y = സംതിങ് × 10⁻10 പവറിൽ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൻ്റെ വാല്യൂവിൽ കിട്ടണം. എന്നാൽ എന്താവുള്ളൂ, ആൻസർ റെഡി ആവുള്ളൂ. അപ്പോൾ കിട്ടേണ്ട റേഞ്ച് എന്ന് പറയുന്നത് 1 × 10⁻10. ഓക്കെ, അത് മാക്സിമം ആണ്. അതിലും കുറവായിരിക്കണം വാല്യൂ. 0.8, 0.9, 0.6 വരെയൊക്കെ. 0.6 കുറച്ചും കൂടി കുറഞ്ഞു പോയ വാല്യൂ ആണ്, പക്ഷെ അതും വിത്തിൻ റേഞ്ചാണ്. ഈ റേഞ്ചിലൊക്കെ വാല്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ ശരിയാണ്. അല്ലെങ്കിൽ 1 കൂടുതലാണെങ്കിൽ നിങ്ങൾ ആൻസർ നല്ല രീതിക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ടേബിൾസ് വരുന്നത്. ഇവിടെ വേറെ എന്തൊക്കെയോ കുറേ ചപ്പും ചോറും ഇതൊന്നും പഠിച്ചിട്ടൊന്നും വലിയ പ്രത്യേകിച്ചിട്ട് ഗുണമൊന്നുമില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് വായിച്ചിട്ട്. കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് ഈ ടേബിൾസിനോട് ശ്രദ്ധിക്കാം. ടേബിൾസിലാണല്ലോ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇക്വേഷൻ ഞാൻ കാണിച്ചു തരാം. y = where is that? y = 3mg/bd³ L × ഇതൊരു ടേം ഉണ്ട്, PL. ഇത് റോ ആണ്, അല്ല സോറി, ഇത് റോ അല്ല, ഇത് P തന്നെയാണ്. PL²D/S. അപ്പോൾ ഇതിന് ഓരോ ടേം അപ്പോൾ എന്താ സംഭവം, ഈ പറയുന്ന നമ്മളെ M എന്ന് പറയുന്ന മാസ് ഓഫ് ഇടുന്ന സാധനത്തിൻ്റെ മാസ്. പൊതുവെ ഒന്നിക്കൽ ഇത് 100 ഗ്രാമിൻ്റെ ആയിരിക്കും. സിൽവർ പോലത്തെ കളറാണെങ്കിൽ 100 ഗ്രാമിൻ്റെ ആയിരിക്കും. ബ്രോൺസ് പോലത്തെ കളറാണെങ്കിൽ ബേസിക്കലി അത് 50 ഗ്രാമിൻ്റെയാണ് വരാറുള്ളത് നമുക്കൊക്കെ പൊതുവെ. അപ്പോൾ ഈ G എന്ന് പറയുന്നത് അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9 ഇത് ഫിക്സ്ഡ് ആണല്ലോ. ഈ B എന്ന് പറയുന്നത് എന്ത് സംഭവം, മീൻ ബ്രെഡ്ത്ത് ഓഫ് ദ ബാർ. ഈ മീൻ ബ്രെഡ്ത്ത് ഓഫ് ദ ബാർ എന്ത് വെച്ചിട്ട് കണ്ടുപിടിക്കുക, MSR VSR. യെസ്, വി ഫൈൻഡ് ഇറ്റ് യൂസിങ് വെർനിയർ കാലിപ്പേഴ്സ്. വെർനിയർ കാലിപ്പേഴ്സ് അത് അറിയേണ്ടതാണ്. അത് വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് 5 റീഡിങ്സ് എടുത്തിട്ട് മീൻ ബ്രെഡ്ത്ത് മീറ്ററിൽ കിട്ടും. അതേപോലെ D ഈ D³ വരുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ചെറിയ വേരിയേഷൻ പോലെ ആൻസറിൽ നല്ല രീതിക്ക് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധ ഏടിയായിരിക്കണം, ഈ D³ കാരണം ഈ ക്യൂബ് വരുന്നതുകൊണ്ട് ഫൈനൽ ആൻസർ നല്ല രീതിക്ക് ആംപ്ലിഫൈഡ് ആയിട്ടായിരിക്കും വരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ 6 ആണ്, അതായത്
6 ഇത് പോട്ടെ, ഈ 10⁻³ പോട്ടെ, 6 നമ്മൾ ശ്രദ്ധിക്കും. 6 ഓൾമോസ്റ്റ് മീറ്റർ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 6ൻ്റെ ക്യൂബ് അപ്പോൾ എന്താ ഇതാ ഇവിടെ കണ്ടത് 6.076, ഇതിനെ അപ്രോക്സിമേറ്റ്ലി 6 എടുത്ത് അതിൻ്റെ ഇപ്പോൾ ഈ 6ൻ്റെ ക്യൂബ് എന്തായിരിക്കും? അതായത് 6 × 10⁻³ ആണെങ്കിൽ 10⁻³ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് 10⁻⁹. ഓക്കെ, സമ്മതിച്ച്. അതിലാണ്ട് ഈ 6 ക്യൂബ് എന്ന് പറയുന്ന വാല്യൂ 6 × 6 36, 36 × 6 216. അത്ര വലിയ ഒരു 216 എന്ന് പറയുന്ന ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് ഇവിടെ വന്നത്, ഡിനോമിനേറ്ററിൽ വന്നത്. അപ്പോൾ ഞാനതാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു 5 ആണ് വന്നതെങ്കിൽ 5ൻ്റെ ക്യൂബ് ഇത്ര 5 × 5 25, 25 × 5 125. ആലോചിച്ച് നോക്ക്, 125ഉം അതായത് 216 തമ്മിൽ ഓൾമോസ്റ്റ് 100 യൂണിറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആ 100 യൂണിറ്റ്സിൻ്റെ ഡിഫറൻസ് അത് കംപ്ലീറ്റ് ആൻസർ തെറ്റിപ്പോകാനെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താ, എൻ്റെ കയ്യിൽ പെൻസിലില്ല, അതുകൊണ്ട് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാ ഞാൻ പറയുന്നത്, ഈ ടേമിലായിരിക്കണം നമ്മളെ ശ്രദ്ധ. ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലെ 5.9 6 ഈ റേഞ്ചിലെ വാല്യൂ ഈ മറ്റേ ഇത് കിട്ടിയില്ലെങ്കിൽ ആൻസർ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ തെറ്റിപ്പോയത്. എന്താണ് ഇത് എന്താണ് 5.05 എടുത്തപ്പോൾ ഈ ആൻസർ 1ൽ വല്ലാണ്ട് കൂടിപ്പോയി. 6 എടുത്തപ്പോൾ എന്താ, ഈ ഡിനോമിനേറ്റർ ഒന്ന് നല്ലോണം കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു, ന്യൂമറേറ്റർ അപ്പോൾ ഓവറോൾ വാല്യൂ, കാരണം ഡിനോമിനേറ്റർ കൂടുമ്പോൾ ഓവറോൾ വാല്യൂ ഒന്ന് ചെറുതായിരുന്നു കുറയും. അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് 0.8 × 10⁻10 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തി. ഓക്കെ, ഈ L എന്ന് പറയുന്നത് എന്താ? ഈ L എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഏതെല്ലാം തമ്മിലെ ഡിസ്റ്റൻസാണ്. അതായത് ഇതാണ് നമ്മളെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ടെലിസ്കോപ്പാണ്. ഇവിടെ ഈ ടെലിസ്കോപ്പ് കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് ഒപ്റ്റിക് ലിവർ. ഒപ്റ്റിക് ലിവർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കണ്ണാടിയാണ്, റൗണ്ട് ഷേപ്പിലൊരു കണ്ണാടി. ഇത് നമ്മൾ 2 സ്കെയിൽ വെക്കുന്നുണ്ട്, കാരണം ഇത് ഒറ്റ ഇതിൽ നിൽക്കില്ല. ഇതിന് എന്തുണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ എന്താണ്, ആ ഒപ്റ്റിക് ലിവറിന് ഇവിടെ കണ്ട് ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും നിൽക്കുന്നത്. ഈ ട്രയാങ്കിൾ ഷേപ്പിന് താഴെ ഇങ്ങനെ 2 എന്തുണ്ടാവും, ഒരു ആണി പോലത്തെ സെറ്റപ്പ് ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും, ഇവിടെ ഒരു ആണി ഉണ്ടാവും. അപ്പോൾ ഈ ബേസിക്കലി 3 ആണീൻ്റെ മുകളിൽ 3 നെയിൽസിൻ്റെ മുകളിലാണ് 3 സ്ക്രൂവിൻ്റെ മുകളിലാണ് ബേസിക്കലി സെറ്റപ്പ് നിൽക്കുന്നത്. അപ്പോൾ ഒരു മറ്റേ സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോൾ എന്താ, ഇത് 2 എണ്ണത്തിന് മാത്രം നിൽക്കാൻ പറ്റില്ല. ഒന്ന് അപ്പോൾ എന്ത് ചെയ്യും, ഒരു സ്ക്രൂ അപ്പോൾ താണിട്ട് കിടക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒപ്റ്റിക് ലിവറിൻ്റെ അറേഞ്ച്മെൻറ്റ് താഴെ വീണു, അത്രേ സംഭവിക്കില്ല, വേറൊന്നും സംഭവിക്കില്ല. അപ്പോൾ എന്താ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സ്ട്രാ വരുന്ന സ്ക്രൂവിനെ കൂടി ബാലൻസ് ചെയ്തിട്ട് ഒരു സ്കെയിൽ കൂടി ഇങ്ങനെ ഇവിടെ വെക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ നമ്മളെ ഈ സ്ക്രൂ എന്ത് ചെയ്യുക, ഈ ഒറ്റ സ്ക്രൂ വരുന്നത് മുന്നിലും ബാക്കി 2 എണ്ണം ഇവിടെ ബാക്കിൽ സപ്പോർട്ടിലായിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കണ്ട ഇവിടെ അതായത് ഈ ഒരു സ്കെയിലിൻ്റെ മുകളിലാണ്, അതായത് ഈ ഒറ്റ സ്ക്രൂ വരുന്ന സ്കെയിലിൻ്റെ മുകളിലാണ് നമ്മൾ വെയിറ്റൊക്കെ ഹാങ് ചെയ്യുന്നത്. ഇത് കണ്ട, ഇവിടെ ഇങ്ങനെ ഒരു നൂല് വെച്ചിട്ട് ഇവിടെയല്ല വെച്ചിരിക്കുന്നത്, അതായത് ഇപ്പുറത്തെ സ്കെയിലിൻ്റെ മുകളിലാണ്. അത് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലുണ്ടെന്ന് അറിയില്ല. ഇതാണ് ഈ സ്കെയിൽ, ഇതിൻ്റെ ഈ തൊട്ടിപ്പുറത്ത് വെച്ചിരിക്കുന്ന സ്കെയിലാണ് എന്ത് വെച്ചിരിക്കുന്നത്, ആ 2 വെയിറ്റും വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും വെയിറ്റ് വെക്കുക, ഇവിടെയും വെയിറ്റ് വെക്കുക, നൂല് കൊണ്ട് കെട്ടിയ ആ വെയിറ്റ് വെക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് വരുന്ന ടെലിസ്കോപ്പിൻ്റെ കൂടെ ഒരു മീറ്റർ സ്കെയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ലൈറ്റ് അവിടെ നിന്ന് വന്നിട്ട് ഇതിൻ്റെ മുകളിൽ തട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ റിഫ്ലക്റ്റ് ആവും. ഏത് ഇങ്ങനെ വന്ന് ഇങ്ങനെ തട്ടി അവിടെ പോയി റിഫ്ലക്റ്റ് ആവും. ആ റിഫ്ലക്ഷനാണ് ബേസിക്കലി നമ്മൾ ഏതിൽ കാണുന്നത്. അതായത് റിഫ്ലക്ഷൻ മീൻസ് നമ്മൾ ബേസിക്കലി ആ മിററിൽ എന്ത് കാണുന്നുണ്ട്, ആ ഒരു ഇത് സെറ്റപ്പ് ഏത് നമ്മൾ ആ ടെലിസ്കോപ്പ് അല്ല ഈ മീറ്റർ സ്കെയിൽ ബേസിക്കലി നമ്മൾ കാണുന്നുണ്ടാവും. അതിൻ്റെ അപ്പോൾ ഈ ഹൊറിസോണ്ടൽ റീഡിങ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഒരു 25 30, അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ, 26 27. ഈ 27ൻ്റെ ഇടയിൽ എന്തുണ്ട്, 10 ഡിവിഷൻസ് ഉണ്ട്. അതായത് 26.1 26.2 26.5 അങ്ങനെ പറഞ്ഞിട്ട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ എവിടെയാണ് കോയിൻസൈഡ് ചെയ്യുന്നത്, അതായിരിക്കും നമ്മളെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എന്താ ചെയ്യേണ്ടത്, ഈ സാധനം സെറ്റപ്പ് ആക്കിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ടെലിസ്കോപ്പ് ഒന്ന് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് അത് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ മീറ്റർ സ്കെയിൽ വെറുതെ നമ്മൾ ഇതിലൂടെ നോക്കുന്ന സമയത്ത്, അതായത് ഈ അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്നതിൻ്റെ വെറുതെ നമ്മൾ എന്താണ് നേക്കഡ് ഐ കൊണ്ട് നോക്കുമ്പോൾ ഈ സാധനം ഇതിൽ കാണുന്നുണ്ട്. അതായത് ഈ ഒരു വെറുതെ നോക്കുന്ന സമയത്ത് ഈ സ്കെയിൽ ഇതിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ടോ നോക്കണം. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ ആ ഒരു ഇതിൻ്റെ കണ്ണിലൂടെ അല്ല ടെലിസ്കോപ്പിൻ്റെ ഉള്ളിലൂടെ കൂടെ നോക്കിയിട്ട് ഈ ഒരു മെഷർമെൻറ്റ് ഇങ്ങനെ കാണുന്നുണ്ടോ, അതായത് സ്കെയിൽ അതിലൂടെ നോക്കുന്ന സമയത്ത് കാണുന്നുണ്ടോ നോക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സാധനം ഫോക്കസ്ഡ് ആയി പെർഫെക്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, വെറുതെ ഒന്ന് വെയിറ്റ് അത് എന്താണ് ജസ്റ്റ് ഡെഡ് ലോഡ് മാത്രം ഇട്ടിട്ട് ഒരൊറ്റ വെയിറ്റ് മാത്രം ഇട്ടിട്ട് നോക്കി നോക്കുക. എന്നിട്ട് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് മെത്തേഡിൽ അതായത് അത് ഫോക്കസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വെയിറ്റ് ഇടുക, ഒറ്റയടിക്ക് മൊത്തം വെയിറ്റ് ഇട്ടിട്ട്, അതായത് ഇവിടെ ഇപ്പോൾ 7 കഷ്ണങ്ങൾ ഇടുന്നുണ്ട്, ഇവിടെ 7 കഷ്ണങ്ങളിടുക. എന്നിട്ട് ലോഡ് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടി ഫോക്കസ് ആക്കി വെക്കുക. നിങ്ങൾക്ക് രണ്ടിലും ഫോക്കസ് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് വെച്ച് തുടങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതെല്ലാം മാറ്റുക.
എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഡെഡ് ലോഡ് വെച്ചിട്ട് തുടങ്ങും. ഡെഡ് ലോഡ് എത്ര വാല്യൂ കാണുന്നത്, ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഡെഡ് ലോഡ് 26.3. അതിനുശേഷം എന്ത് ചെയ്യുക, W0+M. എന്നിട്ട് എന്ത് ചെയ്യുക, W0+M എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു കട്ട ഇടുക, ഇതിലും ഒരു കട്ട ഇടുക. അപ്പോൾ W0+M ആയി. അപ്പോൾ അതെന്ത് ചെയ്യും, കുറച്ചും കൂടി ആ വാല്യൂ ഒന്ന് കൂടും. അപ്പോൾ 27.3. അവർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 50 × 10⁻² മീറ്റർ എന്ന ഒരു ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ലെങ്ത് അല്ല. ഞാനപ്പോൾ അടുത്ത ടേംസിനെ പറ്റിയിട്ടും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ L എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ L എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മിററും ഈ ഒരു നമ്മൾ ഈ സ്കെയിലും അതും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് ബേസിക്കലി എന്ത് പറയുന്നത്, ആ L എന്ന് പറയുന്നത്. അത് എന്ത് വെച്ചിട്ട് മെഷർ ചെയ്യുക, ഇതേപോലത്തെ ഒരു മൂന്നാമത്തെ ഒരു സ്കെയിൽ എടുക്കുക, ഇതിൻ്റെ ടിപ്പ് 0 വെക്കുക, എന്നിട്ട് അടുത്തം വരെ മെഷർ ചെയ്യുക. അത് ഓൾമോസ്റ്റ് ഒരു 1 മീറ്ററിൻ്റെ അടുത്തുള്ള വാല്യൂ ആണ് കിട്ടണം, അല്ലെ 0.9 അല്ലെ 0.85 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും വാല്യൂ. അത്രയും മീറ്ററിലായിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് L. ഈ P എന്ന് പറയുന്നത് അപ്പോൾ എന്താ, P(L²D/S). ഇതൊക്കെ എന്താ സാധനങ്ങൾ. P എന്ന് പറയുന്നത് നമ്മളെ, ഞാൻ സെറ്റപ്പ് കാണിച്ചു തരാം. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ വെച്ച ശേഷം നമ്മളെന്ത് ചെയ്യും, ഈ ഞാൻ പീനെ പറ്റി പറയാൻ മുമ്പ് ആദ്യം ഞാൻ ഏതിനെ പറ്റി പറയാം, ആദ്യം മാറിപ്പോയല്ലോ. പീനെ പറ്റി പറയാൻ മുമ്പ് ആദ്യം നമുക്ക് ഈ ഒരു ഏതിനെ പറ്റി ചർച്ചയാവാം. ഈ ഡീനെ പറ്റി ഞാൻ ഏതെങ്കിലും പറഞ്ഞു കഴിഞ്ഞ്, ഓക്കെ, എന്നോട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഇപ്പോൾ ഇത് L എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ പറഞ്ഞ ഇപ്പോൾ ഞാൻ പറഞ്ഞ L എന്ന് പറയുന്ന ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ, അത് ആക്ച്വലി ഡിസ്റ്റൻസ് അല്ല. സോ ഓക്കെ, എന്നോട് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. എല്ലാ ഡിസ്റ്റൻസ് അല്ല. ഈ D എന്ന് പറയുന്നതാണ് ഈ ഒരു ഇതും ഒപ്റ്റിക് ലിവറും ഈ ഒരു മറ്റേ സ്കെയിലും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ആ D ഇതായിട്ടാണ് എടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് 0.95 അല്ലെങ്കിൽ 1 മീറ്റർ എക്സാക്ട്ലി, അല്ലെങ്കിൽ 0.85 കിട്ടും. ഓക്കെ, ചെറുതായിട്ട് മാറിപ്പോയത്, ഒന്ന് ക്ഷമിക്കുക. ആ പറയുന്ന L കണ്ടുപിടിക്കാൻ ആക്ച്വലി ഒരു ചെറിയൊരു ക്രിയേറ്റീവ് അതിലെ മെത്തേഡ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ P അപ്പോൾ എന്താ സംഭവം, ആദ്യം നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ L 50 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ഇത് സ്കെയില് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് 50ൽ നമ്മൾ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ അവരെന്താണ് ഇത് 3 കാലിലെ എന്താണ് സെറ്റപ്പാണ്. അപ്പോൾ ഈ 3 കാലിൽ ഈ കാലുണ്ടല്ലോ, ഈ കാലിൽ ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഈ ഒരു സ്ക്രൂ മാത്രമുള്ള ഭാഗം ആ 50 സെൻറ്റിമീറ്ററിൽ കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മുകളിലിങ്ങനെ നിൽക്കുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് 50 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ ഇതെന്താണ്, ഈ കറക്റ്റ് ഒരു സിമെട്രി വെറണ്ടിക്കൽ എന്താണ്, ഈ ഇത്ര ഡിസ്റ്റൻസ്, അതായത് ഈ രണ്ട് എന്താണ് നമ്മളെ ആ ഒരു സപ്പോർട്ട് വെക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ എത്ര ഡിസ്റ്റൻസ് വേണം, അതായത് ഇവിടുന്ന് ഇവിടുത്തെ വരെയുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇതിവിടെ ഒരു സ്ഥലത്ത് മെഷർ ചെയ്ത് വെച്ചാൽ ഇത് ഒരു സ്ഥലത്ത് മെഷർ ചെയ്ത് ഈ ഡിസ്റ്റൻസ് കണക്കായിരിക്കണം. അപ്പോൾ നമുക്ക് സിമെട്രി കിട്ടേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം, ഇതിനിവിടെ 25 വെച്ചപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് 25, ഇതിനിവിടെ 75 വെച്ച് അപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് എന്തായി, അപ്പോൾ 75 to 100 എന്ന് പറയുന്നത് 25 യൂണിറ്റ്സ് ആണ്, 0 to 25 25 യൂണിറ്റ്സ് ആണ്. ഇത് കണക്കായല്ലോ. അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അതായത് 75 - 25 എന്ന് പറയുന്നത് 50. അപ്പോൾ ഇവിടെ 50 കിട്ടി, ഇവിടെയും സിമെട്രി വന്ന് ഇവിടെയും സിമെട്രി വന്ന്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. ആ സിമെട്രി കിട്ടണമെങ്കിൽ ഇതും കണക്കായിരിക്കണം ഇതും കണക്കായിരിക്കും, ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 50യും കിട്ടണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ എന്താണ്, അതാണ് D എന്ന് പറയുന്ന L എന്ന് പറയുന്ന വാല്യൂ. ഞാൻ പറഞ്ഞല്ലോ P(L²D). ആ L² ആ L ആണ് ഈ പറയുന്ന ഇത്ര D 50 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അടുത്ത അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എടുക്കേണ്ടി വരും, 40 എടുക്കേണ്ടി വരും. അപ്പോൾ ഈ സാധനത്തിന് ആ ഒരു സ്ക്രൂവിനപ്പോൾ എന്ത് ചെയ്യണം, അടുത്ത 40 സെൻറ്റിമീറ്ററിൽ അതിനെ പ്ലേസ് ചെയ്തിട്ട് അപ്പോൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഇവിടെ ഡിസ്റ്റൻസ് കണക്കാക്കോ ഇവിടെയും ഡിസ്റ്റൻസ് കണക്കാക്കോ, രണ്ടും എന്താണ് സിമെട്രിക്കലാണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അടുത്ത മെഷർമെൻറ്റ് ചെയ്യുക. അതേപോലെ L കിട്ടി. ഇനി D അപ്പോൾ എന്താ, D ആണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇവിടുന്ന് അടുത്ത വരെയുള്ള ഡിസ്റ്റൻസ്, ഈ കാണുന്ന ഡിസ്റ്റൻസ്, അതാണ് D എന്ന് പറയുന്നത്. അപ്പോൾ D കണക്ക് L കണക്ക്, അതായത് സ്മോൾ L ആണ്, മറ്റേത് ക്യാപിറ്റൽ L ആണ്. ഈ ക്യാപിറ്റൽ L നെ പറ്റി ഞാൻ പറയേണ്ടതായാലും ഈ സ്മോൾ L ആണ് ഈ പറയുന്ന ഇത്ര ഡിസ്റ്റൻസ്, D എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്. ഈ P എന്ന് പറയുന്നത് അപ്പോൾ എന്താ, ഈ P എന്ന് പറയുന്നത് ഇതിവിടെ ഇങ്ങനെ ഫിക്സ് ആക്കിയല്ലോ, ഇതിവിടുന്ന് ഫിക്സ് ആക്കിയിട്ട് നിങ്ങൾ ഒരു ഈക്വൽ ലെങ്ത്തിൽ ഇതിന് ഇങ്ങോട്ടേക്ക് ഈ വെയിറ്റ് വെക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് ബേസിക്കലി P എന്ന് പറയുന്നത്. അതായത് ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ 25 വെച്ച്, അപ്പോൾ ഇത് എവിടെയാണ് വെക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഇത് ഇവിടെ 15 സെൻറ്റിമീറ്ററിൽ വെച്ച്. അതേപോലെ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അപ്പോൾ ഇവിടെ നിങ്ങൾ 10 സെൻറ്റിമീറ്ററാണ് ഇങ്ങോട്ടേക്ക് നീക്കിയതെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യേണ്ടി വരും, 10 സെൻറ്റിമീറ്റർ നീക്കേണ്ടി വരും. ബേസിക്കലി 10 സെൻറ്റിമീറ്റർ എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ബെൻഡിങ് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് അടുപ്പിച്ച് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്.
അപ്പോൾ ഇത് ഒരു 10 സെൻറ്റിമീറ്റർ എടുക്കും, ഇവിടുന്ന് ഒരു 10 സെൻറ്റിമീറ്റർ എടുക്കും. ഇത് രണ്ടും ഡിസ്റ്റൻസ് കണക്കായിരിക്കണം എന്നുള്ളത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു വെക്കുവാണ്. അത് ഇവിടെ നിങ്ങൾക്ക് 8 ഇവിടെ 10 അങ്ങനെ എടുക്കാൻ പറ്റില്ല, രണ്ടും കണക്കായിരിക്കണം ഡിസ്റ്റൻസ്. ഇത് കണ്ട 10 × 10⁻⁻10 അത് ആക്ച്വലി ആ വാല്യൂ എന്താണ്, ഫിക്സ്ഡ് ആണ്. ഇവിടുന്ന് 10 ഇവിടുന്ന് 10 അത് അപ്പോൾ പിയും കണക്കായി. അപ്പോൾ ഈ എസ് എന്താണ്, എസ് ആണ് ബേസിക്കലി നമ്മൾ ഇവിടെ എന്താണ് ഓരോന്ന് ചെയ്തിട്ട് ഷിഫ്റ്റ് ഫോർ 4m കണ്ടുപിടിച്ച് പിന്നെ മീൻ ഷിഫ്റ്റ് ഫോർ 4m പിന്നെ മീൻ ഷിഫ്റ്റ് ഫോർ m എന്താണ് ആ മീൻ ഷിഫ്റ്റ് ഫോർ എമ്മിനെ പറയുന്ന വാല്യൂ ആണ് എസ് എന്ന് പറയുന്നത്. ആ മീൻ ഷിഫ്റ്റ് ഫോർ എം ആണ് ഈ 0.013. എന്നിട്ട് അത് കണ്ടല്ലോ അതാ എസ്. അപ്പോൾ P(L²D/S) ഇവിടെ കിട്ടുന്ന വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കി വാല്യൂസൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ. P(L) എന്താണ് അതിന് സ്ക്വയർ പിന്നെ D ഇനി എസ്. ഇതെല്ലാം കാൽക്കുലേഷൻ ചെയ്തിട്ട് കിട്ടുന്ന എസ്. അത് കിട്ടൂല ഒരു വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മളെ കാൽക്കുലേഷൻ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി റീഡിങ്സ് എടുക്കുന്നത് ഇത് ഇവിടെ എന്താണ് ഫോക്കസ് ആയ ശേഷം ഡെഡ് ലോഡിൽ, അതായത് ഡെഡ് ലോഡും ഫോക്കസായി, പിന്നെ നമ്മൾ 2 ലോഡും വെച്ചപ്പോൾ കംപ്ലീറ്റ് ഫുൾ ലോഡ് വെച്ചപ്പോൾ ഫോക്കസായി, പിന്നെ അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഡെഡ് ലോഡ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് റീഡിങ് കിട്ടി. അതിന് ശേഷം ഒരു ലോഡ് ഇവിടെ വെക്കുക, ഒരു ലോഡ് വീഡിയം വെക്കുക. അപ്പോൾ W0 + M അത് നിങ്ങൾ കണ്ടു 50 സെൻറ്റിമീറ്ററിലാണ്. അത് ഓൾമോസ്റ്റ് ഒരു 1 യൂണിറ്റ് വെച്ചിട്ട് 26, 27 ഇതിവിടെ കുറച്ച് കൂടിപ്പോയി 29 പിന്നെ 30, 31, 32, 50 പൊതുവെ ഒരു 1 യൂണിറ്റിൻ്റെ ഡിഫറൻസിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ 32, 34 കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് 35. അപ്പോൾ ഈ എണ്ണം കറക്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ വെച്ച് അതപ്പോൾ ഒരു റീഡിങ്, ഇവിടെ വെച്ച് അടുത്തത് ഇവിടെ വെച്ച് അടുത്ത റീഡിങ്, അങ്ങനെ എന്താണ് അതിങ്ങനെ വാല്യൂ കൂടി വരും. അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അൺലോഡിങ്, ഓഫ് ലോഡിങ്. അപ്പോൾ ഇവിടെയുള്ള വാല്യൂ ഇവിടെ തന്നെ എഴുതുക. എന്നിട്ട് ഒരു കല്ല് ഇവിടുന്ന് കുറച്ച് ആ വാല്യൂ ഇടുക. ഫോക്കസ് അല്ല, ബേസിക്കലി നിങ്ങൾ ഇതിൽ കാണുന്ന ഈ ഒരു സ്കെയിൽ നിങ്ങൾ നമ്മൾ ആ ഒരു ടെലിസ്കോപ്പ് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഹൊറിസോണ്ടലായിട്ടില്ല, അതായത് ഈ ഇങ്ങനെ കാണുന്ന റീഡിങ് അത് നോക്കുക. അവിടുത്തെ പേര് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഈ രണ്ടിനെ മീൻ അങ്ങനെ 7 മീൻ കണ്ടുപിടിക്കുക. 8 മീൻ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേ പ്രൊസീജിയർ സെയിം. ഇതെല്ലാം എന്തായിരിക്കും ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ എന്താണ് വാല്യൂ ചെയ്തത്, പിന്നെ ഇത് മാത്രം മാറും. ഇത് രണ്ട് സെയിം ആണ്. ഇത് നിങ്ങളപ്പോൾ എന്താ ലെങ്ത്ത് മാറ്റിയെടുക്കുമ്പോൾ 40 സെൻറ്റിമീറ്ററിലാകുമ്പോൾ 40 സെൻറ്റിമീറ്റർ. അടുത്തത് എന്താണ് ഇത്ര റീഡിങ്സ്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ പോലെ വീണ്ടും എന്താണ് ഈ സാധനം ഈ പി ഒക്കെ എന്ത് ചെയ്യുക, അതിന് കണക്കായിട്ടപ്പോൾ മാറുന്നതിന് 40 സെൻറ്റിമീറ്റർ വെക്കുമ്പോൾ ഇതും 10 വെക്കുക, ഇതും 10 വെക്കുക. അപ്പോൾ എന്താണ് പിന്നെ ഈ ഡിസ്റ്റൻസ് എന്തായാലും ഫിക്സ്ഡ് ആയിരിക്കണം. ഈ ഒരു ഫോക്കസ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഡി എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ പോലെ W0 ഫോക്കസ് ആകുമ്പോൾ എന്താണ് ഇതെല്ലാം. അപ്പോൾ ഫുൾ ലെങ്ത്തിൽ അത് ഫോക്കസ് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം മരിയുടെ ഡെഡ് ലോഡ് മെഷർ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ഒരു കട്ട ഇവിടെ വെച്ച് അപ്പോൾ W0 + M അത് 2 യൂണിറ്റ് വെച്ചായിരിക്കും കൂടുന്നത്. 27, 29, 31, 33, 35, 37, 39, 41. ഇത് ഓൾമോസ്റ്റ് നമുക്ക് നല്ല യൂണിഫോം റീഡിങ്സ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഓഫ് ലോഡിങ് 41, 39 പിന്നെ ഇങ്ങനെ കുറഞ്ഞ് ലാസ്റ്റ് 27.6. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാത്തിനും മീൻ എടുത്ത് പിന്നെ ഷിഫ്റ്റ് ഫോർ 4m. ഈ ഷിഫ്റ്റ് ഫോർ 4m കണ്ടുപിടിക്കാൻ x4 - x0, അതായത് ഇത് മൈനസ് ഇത്, അതേപോലെ ഇത് കിട്ടണമെങ്കിൽ ഇത് മൈനസ് ഇത്, അത് ഇത് കിട്ടണമെങ്കിൽ ഇത് മൈനസ് ഇത് കിട്ടണമെങ്കിൽ ഇത് മൈനസ് ഇത്. അപ്പോൾ ആയല്ലോ 4 റീഡിങ്സ് ആയല്ലോ. ഓൾമോസ്റ്റ് 5.2, 5.2, 5.15 ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം കിട്ടേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ 5.25 ഇവിടെ നോക്കുക 7.6, 7.65, 7.85, 8.1 ഓൾമോസ്റ്റ് സെയിം വാല്യൂസാണ്, സെയിം റീഡിങ്സ് ആണ്. ഇതിൻ്റെ എന്ത് ചെയ്യുക, ഇനി മീൻ എടുക്കും. ഇത് 4 ആഡ് ചെയ്യുക /4. അപ്പോൾ ഈ ഒരു വാല്യൂ കിട്ടും. ഇത് ആക്ച്വലി സെൻറ്റിമീറ്ററിലാണ്, മീറ്ററിലേക്ക് മാറ്റേണ്ടിയിട്ട് ഒരു 10⁻² വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും ഇതിൻ്റെ 4 ആഡ് ചെയ്യുക /4 ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അതിൻ്റെ 10⁻² ചെയ്ത് കഴിഞ്ഞാൽ മീറ്ററിലേക്ക് കൺവേർട്ട് ആയി. ഇനി മീൻ ഷിഫ്റ്റ് ഫോർ 4m കിട്ടണ്ടെങ്കിൽ മീൻ ഷിഫ്റ്റ് ഫോർ m കിട്ടണ്ടെങ്കിൽ ഈ കിട്ടിയ വാല്യൂനെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 5.2 /4 എന്ന് പറയുമ്പോൾ 1.3 എന്ന് വരും. അതിൻ്റെ 10⁻³ ചെയ്ത് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. അതേപോലെ ഇവിടുത്തെ എന്താണ് ഇത് /4 ചെയ്യുമ്പോൾ 1.95 എന്ന് കിട്ടും. അതിൻ്റെ 10⁻² ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ കിട്ടും. ഇനി P(L²D/S) പി എന്ന് പറയുന്ന ഈ 10 × 10⁻² ഇൻറ്റു L എന്ന് പറയുന്ന 0.5 മീറ്റർ എന്ന് വേണ്ടിക്ക് എടുക്കുക. 0.5 ഇൻറ്റു അതിൻ്റെ സ്ക്വയർ. ഡി എന്ന് പറയുന്നത് എന്താണ് ഈ 0.95 മീറ്റർ /S ഈ കിട്ടിയ വാല്യൂ. ഇത് ചെയ്യുന്ന സമയത്ത് 1.217, ഇവിടെ എന്താ 1.169. അതിന് ആവറേജ് എടുക്കുന്ന സമയത്ത് 1.193. ഈ ഒരു റേഞ്ചിലൊക്കെ ആൻസർ കിട്ടുവാണെങ്കിൽ നമ്മളെ ആൻസർ ശരിയാവാനുള്ള സാധ്യത ജാസ്തിയാണെന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. അതേപോലെ നമ്മളെ എന്താണ് ഞാൻ പറഞ്ഞ പോലെ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കേണ്ടിയിട്ട് ഈ കോളം റെഡിയായി. ഇനി ബ്രെഡ്ത്ത് കണ്ടുപിടിക്കേണ്ടിയിട്ട് നമ്മളെ വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിക്കുക. എന്നിട്ട് 5 റീഡിങ്സ് എടുത്തിട്ട്, അതായത് ആ സ്കെയിലിൻ്റെയാണ്, ഞാൻ സ്കെയിലിൻ്റെ കാര്യം പറയുന്നത്. ആ സ്കെയിലിൻ്റെ അപ്പോൾ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുക, മീൻ കണ്ടുപിടിക്കുക. അതേപോലെ നമ്മൾ സ്ക്രൂ ഗേജ് വെച്ചിട്ട് അതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. ഡയമീറ്റർ D തന്നെ ആവശ്യമുണ്ട്.
അത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 × 10⁻³ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലിൻ്റെ കാര്യം, ഇവിടെ ഈ സ്മോൾ ക്യാപിറ്റൽ എല്ലുണ്ട്. ഈ ക്യാപിറ്റൽ എൽ എന്താ സംഭവം അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഇതെല്ലാം റീഡിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒപ്റ്റിക് ലിവർ എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു റഫ് പേപ്പർ, ഇങ്ങനത്തെ റഫ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അമർത്തുക. നല്ല രീതിക്ക് അമർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സ്ക്രൂസിൻ്റെ ഇത് കാരണം 3 പോയിന്റ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതെല്ലാം കൂടിയിട്ട് ഈ കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇവിടുത്തെ വരയിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കും. ഇത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും 4.5 സെൻറ്റിമീറ്റർ തന്നെ കിട്ടുന്നത്. കാരണം ആ സാധനം ഒപ്റ്റിക് ലിവർ സെയിം ആണ്, അതിൻ്റെ ലെങ്ത് ഒക്കെ സെയിം ആയതുകൊണ്ട് അത്ര തന്നെ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇതാ 4.5 × 10⁻². ഈ അതായത് ഞാൻ പറയില്ല, ഈ സാധനം ഇങ്ങനെ അമർത്തുക, 3 പോയിന്റ് കിട്ടും. അത് എന്നിട്ട് യോജിപ്പിക്കുക, സിമ്പിൾ പരിപാടിയാണ്. എന്നിട്ട് നമ്മൾ കുഞ്ഞ് സ്കെയിൽ വെച്ചിട്ട് ഇതാക്കുക, ഈ ഒരു ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഡിസ്റ്റൻസ് അത് ബേസിക്കലി എനിക്ക് മനസ്സിലായി 4.5 സെൻറ്റിമീറ്റർ. അതൊരു ആക്ച്വലി ഒരു ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയ ഒരു വാല്യൂ ആണ് 4.5. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസ് കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 × നമ്മളെ 50 ഗ്രാം ആയിരുന്ന ആ ഒരു ഇടുന്ന വെയിറ്റ് 0.05 kg, ഇത് ഗ്രാവിറ്റി 9.8, പിന്നെ PL² dy/sൻ്റെ മീൻ നമ്മളെടുത്ത 1.193 / b എന്ന് പറയുന്നത് 2.5 × 10⁻², അത്രയും മീറ്റർ, അതായത് ബ്രെഡ്ത്ത്. d³ എന്ന് പറയുന്നത് 6.076 × 10⁻³ ഹോൾ ക്യൂബ്. ഞാൻ പറയില്ല, ക്യൂബിൻ്റെ വാല്യൂ നമ്മളെ ആൻസറിനെ നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യും. ലാസ്റ്റ് ഫൈനൽ L 4.5 × 10⁻². നമുക്ക് കിട്ടിയ ആൻസർ ഇത് ചെറിയ, ഞാൻ പറയില്ല, വ്യത്യാസമുണ്ട്. 0.8640, അതായത് 0.8 × 10⁻10. ഇത്ര വാല്യൂ നമുക്ക് കിട്ടിയോണ്ട് നമുക്ക് സൈന് കിട്ടി. ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഇൻ റേഞ്ച് ആണ്. 0.8, 0.9. ഇനിയിപ്പോൾ കറക്റ്റ് 1 കിട്ടിയാലും നിങ്ങൾക്ക് സൈന് കിട്ടും. അത്രയും ഞാൻ പറയുന്നില്ല, അത് മാക്സിമം വാല്യൂ ആണ് 1 എന്ന് പറയുന്നത്. 0.6 ആയാലും അത് ഒരു കുറച്ച് ലീസ്റ്റ് വാല്യൂ, കുറച്ച് കുറഞ്ഞ വാല്യൂ ആണ്, പക്ഷേ എന്നാലും അക്സെപ്റ്റബിൾ ആണ്. ഇതാണ് ഫൈനലി ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ എന്താ, നമ്മുടെ ലാബും കഴിഞ്ഞ് എക്സ്പെരിമെൻറ്റും കഴിഞ്ഞ്